ഇന്ത്യയുടെ ആണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ ഈസിലി ആക്സസിബിൾ ആണ്. ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാൻ ലൈക്ക് റൂളിംഗ് പവർ എപ്പോഴും കുറച്ചും കൂടി ഓപ്പൺ ആണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ഗ്രീവിയൻസ് പറയാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സജഷൻ പറയാനാണെങ്കിൽ പോലും ഒരു സ്ട്രക്ചർഡ് ഡിജിറ്റൽ പോർട്ടൽ, അത് ഓട്ടോമേറ്റഡ് ട്രാക്കിംഗ് ബേസ്ഡ് സിസ്റ്റമാണ്. അതിൽ ഒരു ബേസിക് ടൈം ലൈൻ ഫോർ റിപ്ലൈ പറയുന്നത് 21 days ആണ്. ഇതേ സ്ഥലത്ത് നമ്മൾ UAE നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറയാം. ഓക്കെ, അതിന് ദ PM ഓൾസോ ആക്ട്സ് ഓൺ ഡയറക്റ്റ് പബ്ലിക് ഇൻപുട്ട്. ആളെടുത്ത് ഡയറക്റ്റ് ഇൻപുട്ടിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. പബ്ലിക് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. UK നോക്കുകയാണെങ്കിലോ, UK ലോക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ക്യാൻ മീറ്റ് ദ PM ഇൻ പേഴ്സൺ ഡ്യൂറിങ് ലോക്കൽ പാർലമെന്ററി ഓഫീസ് ആവേഴ്സ്. ഒരു പെർട്ടിക്കുലർ അവേഴ്സ് കൊടുക്കുന്നുണ്ട് ലോക്കൽസിന് ഡയറക്റ്റ് അല്ലെങ്കിൽ സിറ്റിസൺസിന് ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ സാധനം ഐസ്ലാൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ നോക്കുവാണെങ്കിൽ സ്മോൾ പോപ്പുലേഷൻ ആണ്, അത്ര ഹെവി സെക്യൂരിറ്റിയിലല്ല, ആൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെയും ഇൻട്രാക്ഷൻ ആക്സസിബിൾ ആണ്. ഇന്ത്യയിൽ മാത്രമാണ് നമുക്കൊരു ഗ്രീവൻസ് അറിയിക്കണമെങ്കിൽ ഇത്രയും ഹെവി സ്ട്രക്ചേഴ്സ് ഉള്ളത്.